ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ അടക്കം 2 പേർ ഇന്നലെ കൊല്ലപ്പെട്ടതോടെ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ്. ഇസ്രായേലിനു നേർക്ക് ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചു. വടക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേൽ പ്രദേശങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണവും നടന്നു. ഹിസ്ബുള്ള റിദ്വാൻ ഫോഴ്സിന്റെ യൂണിറ്റ് ഉപമേധാവി വിസാം അൽ തവീലാണ് മജ്ദുൽ സലാം ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാറിന് മേൽ മിസൈൽ പതിച്ചായിരുന്നു മരണം. ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഏറ്റവും മുതിർന്ന ഹിസ്ബുള്ള നേതാവാണ് വിസാം. അടുത്തിടെ ഗലീലിയിൽ നടന്ന ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹമാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഒക്ടോബറിന് ശേഷം ഹിസ്ബുള്ളയുടെ 130 പോരാളികൾ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. അതേസമയം ഹിസ്ബുള്ളയുടെ തിരിച്ചടി ഭയന്ന് ആയിരങ്ങൾ ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയാണ്. ഗസയിൽ ആക്രമണം നടത്താതെ ഒരു ചർച്ചയ്ക്കുമില്ലെന്ന് ഇസ്രായേലിനോട് ഹിസ്ബുള്ള വ്യക്തമാക്കി. ഡെപ്യൂട്ടി ചെയർമാൻ ഷെയ്ഖ് അലി ദാമോസാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന വടക്കൻ ഇസ്രായേൽ അതിർത്തിയിലെത്തിയ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈനികരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. വടക്കൻ ഇസ്രായേലിന് നേരെയുണ്ടായ ഹിസ്ബുള്ള ആക്രമണത്തിൽ സൈനിക താവളത്തിന് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഗസയിൽ മാത്രം 100-ലേറെ ഇസ്രായേൽ സൈനികർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കിനും അപ്പുറത്താണ് യഥാർത്ഥ ചിത്രമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഞായറാഴ്ചയാണ് വടക്കൻ ഇസ്രായേലിലെ മൗണ്ട് മൊറോണിലെ തന്ത്രപ്രധാനമായ വ്യോമത്താവളം ഹിസ്ബുള്ള ആക്രമിക്കുന്നത്. 40 റോക്കറ്റുകളും നിരവധി മിസൈലുകളും ഹിസ്ബുള്ള താവളത്തിലേക്ക് വിക്ഷേപിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. താവളത്തിലെ 2 നിരീക്ഷണ കേന്ദ്രങ്ങൾ തകർന്നതായി ഹിസ്ബുള്ള പുറത്തുവിട്ട വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. ലെബനാൻ അതിർത്തിയിൽ നിന്ന് 8 കിലോമീറ്റർ മാത്രം ദൂരത്താണ് താവളം സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ഹമാസ് നേതാവ് സാലിഖ് അൽ ആറൂറിയുടെ കൊലപാതകത്തിന് പ്രതികാരമായായിരുന്നു ഇസ്രായേലിന് നേർക്ക് ഹിസ്ബുള്ളയുടെ കനത്ത ആക്രമണം ഉണ്ടായത്. ഇതിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി IDF സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ നഷ്ടത്തിന്റെ തോതും വിശദാംശങ്ങളും വെളിപ്പെടുത്താൻ സൈന്യം തയ്യാറായിട്ടില്ല. വ്യോമത്താവളത്തിൽ അറ്റകുറ്റപ്പണി നടത്തി പൂർവ്വസ്ഥിതിയിലാക്കാനാകുമെന്ന് IDF വക്താവ് ഡാനിയൽ ഹഗാരി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സമാനമായ ആക്രമണങ്ങൾ ആവർത്തിക്കുന്നത് തടയാൻ വേണ്ട അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും ഹഗാരി അറിയിച്ചു. അതിനിടെ വടക്കൻ ഗസയിൽ പോരാളികളെ പൂർണ്ണമായും അമർച്ച ചെയ്തുവെന്ന സൈന്യത്തിന്റെ പ്രഖ്യാപനത്തെ വെല്ലുവിളിച്ച് ഇസ്രായേൽ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട് ഹമാസും ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. സിദ്റത്ത് ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും നിലയ്ക്കാത്ത സൈറൻ ഉയർന്നു. സൈനിക സംവിധാനങ്ങൾ തകർത്തെങ്കിലും വടക്കൻ ഗസയിലെ പോരാളികളെ തങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതായി സൈനിക വക്താവ് അറിയിച്ചു. തുരങ്കങ്ങളുമായി ബന്ധിപ്പിച്ച് ഹമാസിന്റെ ആയുധ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നതായും സൈനിക വക്താവ് പറഞ്ഞു. ഇതിനിടെ നെതന്യാഹുവിന് രാജ്യത്തെ നയിക്കാൻ യോഗ്യതയില്ലെന്ന പ്രസ്താവനയുമായി പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിലൂടെയോ ബദൽ സർക്കാർ രൂപവൽക്കരണത്തിലൂടെയോ നെതന്യാഹുവിനെ താഴെയിറക്കാനുള്ള ശ്രമത്തിന് തന്റെ പാർട്ടിയുടെ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു.